ഇന്ന് ദുഃഖവെള്ളിയാഴ്ച. സഭയായി നാം ഈശോയുടെ കുരിശിന് മുൻപിൽ നിൽക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം പറയുന്നത് ഈശോ സ്വയം കുരിശും വഹിച്ചുകൊണ്ട് ഗോൽഗോഥ എന്ന സ്ഥലത്തേക്ക് പോയി എന്നാണ്. പടിപടിയായി സഹനത്തിൻ്റെ പാതയിലൂടെ അവൻ നടന്നു. ഒറ്റിക്കൊടുക്കലിൻ്റെയും തള്ളിപ്പറച്ചിലിൻ്റെയും ഉപേക്ഷയുടെയും പരിഹാസത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും മുൾമുടിയുടെയും ചാട്ടവറടിയുടെയും ഒക്കെ വേദനയും പേറിക്കൊണ്ട് ഈശോ നിശബ്ദനായി നടന്നു നീങ്ങി. രോഗികളെ സുഖപ്പെടുത്തിയവൻ മുറിവേൽക്കുന്നു, ജീവൻ നൽകിയവൻ കൊല്ലപ്പെടുന്നു, പൂർണ്ണമായി സ്നേഹിച്ചവൻ നിരസിക്കപ്പെടുന്നു. സ്നേഹം വിലയേറിയതാണ്. ദുഃഖവെള്ളിയുടെ ഈ മൂകതയിൽ ആ സത്യം നാം തിരിച്ചറിയുന്നു. ഈശോ ശക്തനല്ലാത്തതുകൊണ്ടല്ല ഈ സഹനങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വന്നത്. പൂർണ്ണമായി സ്നേഹിക്കാൻ തിരഞ്ഞെടുത്തതുകൊണ്ട് മാത്രമാണ്. ആ സ്നേഹം അവന് തിരികെ ലഭിച്ചില്ല. എന്നിരുന്നാലും അവൻ വിശ്വസ്തനായി തുടരുന്നു. നമ്മെ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് ഈശോയ്ക്ക് കുരിശ് ചുമക്കേണ്ടി വന്നത്. ചുറ്റുകീട് ഓരോ അടിയും, ഓരോ മുറിവും, ഓരോ അപമാനവും ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുന്നു. മനുഷ്യനു വേണ്ടി എത്ര ദൂരം പോകാനും താൻ തയ്യാറാണെന്ന് അവൻ്റെ കുരിശ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ചിലപ്പോഴെങ്കിലും നമ്മുടെ വേദനകളിലും സഹനങ്ങളിലും ദൈവം അകലങ്ങളിലാണെന്ന് ചിന്തിക്കാനുള്ള പ്രലോഭനമുണ്ടാകാം. കഷ്ടപ്പാടിൻ്റെ നിമിഷങ്ങളിൽ ചിലർ ചോദിക്കാറുണ്ട്, ദൈവം എവിടെയാണ്? ഞാൻ കടന്നുപോകുന്ന അനുഭവങ്ങൾ ദൈവത്തിന് മനസ്സിലാകുന്നുണ്ടോ? ഈ ദുഃഖവെള്ളിയാഴ്ച അതിനുള്ള ഉത്തരം കൃത്യമായി നൽകുന്നു. ദൈവം കഷ്ടപ്പാടിൽ നിന്ന് അകലെയല്ല, പിന്നെയോ അവൻ കഷ്ടപ്പാടിലേക്ക് പ്രവേശിക്കുന്നു. In Jesus, God knows betrayal, God knows loneliness, God knows physical pain, and God knows grief. ക്രിസ്തു പ്രവേശിച്ചിട്ടില്ലാത്ത മാനുഷികമായ ഒരു അന്ധകാര മേഖലകളുമില്ല. ദൈവം എല്ലാം അറിയുന്നു. ഇവിടെ കുരിശ് പാപത്തിൻ്റെ ഗൗരവം വെളിപ്പെടുത്തുന്നു. പാപത്തെ നിസാരവൽക്കരിക്കരുത്. കാരണം അത് ബന്ധങ്ങളെ മുറിവേൽപ്പിക്കുന്നു, ഹൃദയങ്ങളെ നശിപ്പിക്കുന്നു. അത് ഭിന്നതയും അക്രമവും സഹനങ്ങളും ക്ഷണിച്ചു വരുത്തുന്നു. കുരിശിലേക്ക് നോക്കുമ്പോൾ പാപം എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. അതേസമയം സ്നേഹത്തിൻ്റെ പ്രവൃത്തിയും കുരിശ് വെളിപ്പെടുത്തുന്നു. ഓടിയൊളിക്കാത്ത സ്നേഹം, ഉപേക്ഷിക്കാത്ത സ്നേഹം, വിശ്വസ്തമായ സ്നേഹം, ബലിയാകുന്ന സ്നേഹം. വീണ്ടും കുരിശിൽ തൂങ്ങിക്കിടന്ന് വേദനയാൽ പിടയുമ്പോഴും അവൻ ക്ഷമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഓർക്കുക, കരുണ വെറുപ്പിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു. അനുകമ്പ അക്രമത്തെക്കാൾ ശക്തമാണ്, സ്നേഹം മരണത്തെക്കാളും. ദുഃഖവെള്ളി കഷ്ടപ്പാടുകളെ ഓർക്കാനുള്ള ഒരു ദിവസം മാത്രമല്ല, പിന്നെയോ കഷ്ടപ്പാടിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന പ്രത്യാശയെ തിരിച്ചറിയാനുമുള്ള ഒരു ദിവസവുമാണ്. കുരിശ് കഥയുടെ അവസാനമല്ല. കുരിശിൽ നിന്ന് നാം കാണുന്നു പാപമോചനം ഒഴുകുന്നു, കുരിശിൽ നിന്ന് രോഗശാന്തി ഒഴുകുന്നു, കുരിശിൽ നിന്ന് പുതിയ ജീവൻ ഒഴുകുന്നു. ഇന്ന്
നമ്മുടെ കർത്താവിൻ്റെ സ്ലീവായെ നാം വന്ദിക്കുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടിനെ രക്ഷയാക്കി മാറ്റുന്ന സ്നേഹത്തെയാണ് നാം വന്ദിക്കുന്നത്. നാം ഓരോരുത്തരും ജീവിതത്തിൽ വഹിക്കുന്ന കുരിശുകൾ, നമ്മുടെ പോരാട്ടങ്ങൾ, നിരാശകൾ, ഭയങ്ങൾ, നഷ്ടങ്ങൾ, ആർക്കും കാണാൻ കഴിയാത്ത മുറിവുകൾ, ഈ കുരിശുകൾ നാം ഒറ്റയ്ക്കല്ല വഹിക്കുന്നത് എന്ന് ദുഃഖവെള്ളി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു നമ്മോടൊപ്പമുണ്ട്. അവൻ നമ്മെ ശക്തിപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങളെപ്പോലും അവൻ വീണ്ടെടുക്കും. ഈശോയോട് ഐക്യപ്പെടുമ്പോൾ കഷ്ടപ്പാടുകൾ ഒരിക്കലും നിരർത്ഥകമല്ലെന്ന് അവൻ്റെ കുരിശ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയോടും യേശു സ്നേഹിച്ച ശിഷ്യനോടുമൊപ്പം നമുക്കും അവൻ്റെ കുരിശിൻ ചുവട്ടിൽ ചേർന്ന് നിൽക്കാം. കുരിശിൻ്റെ രഹസ്യം ഒരുപക്ഷെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാകണമെന്നില്ല. പക്ഷേ കുരിശിലൂടെ ഈശോ വെളിപ്പെടുത്തുന്ന സ്നേഹം അനുഭവിക്കാൻ സാധിക്കും. നിശബ്ദമായി ആ കുരിശിലേക്ക് നോക്കാം. എളിമയോടെ ഈശോയുടെ കുരിശിനെ വന്ദിക്കാം. വിശ്വാസത്തോടെ നമുക്ക് കുരിശിനെ സ്വീകരിക്കാം. കാരണം കുരിശിലൂടെ ലോകം രക്ഷിക്കപ്പെടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.